അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. വേണ്ട പാവേ കരയണ്ട, അവൻ്റെ ഓരേ കാച്ചാലോ. ഒരു പാവ എടുത്ത് ഏളിയിൽ വെച്ച് ആദ്യമേ വന്ന ഡയലോഗടിയാണ്. വൈകിട്ട് ഷാളെടുത്ത് തോളത്തും ഇട്ടിട്ടുണ്ട്. ആന ഡോക്ടർ ആണെങ്കിൽ രോഗിയെ നോക്കി ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് ഇരിപ്പാണ്. വാ അന്ന പറഞ്ഞു. ആദ്യമേ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഡോക്ടറിന്റെ മുന്നിലേക്ക് വന്നിരുന്നു. എൻ്റെ കുഞ്ഞാവറ്റ് പറ്റിയേ പനിയാനോ? ആന് പാപ്പ ഒന്നും കഴിക്കുന്നില്ല, എപ്പോ കരയുവാ. ഡോക്ടറാണെങ്കിൽ കുഞ്ഞിനെ പരിശോധിക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ കുഞ്ഞ് രണ്ടുവട്ടം നിലത്ത് വീണു. അത് കാണുന്നത് നമുക്ക് വെപ്രാളം കൂടി. അയ്യോ, എൻ്റെ കുഞ്ഞാവി തായിരാജ ഡോക്ടറെ മുറ്റു പൊറ്റൂലേ. ശരി, കുഞ്ഞാവറ്റ് നല്ല പനിയുണ്ട്, ഞാനൊരു ഇഞ്ചക്ഷൻ തരാമേ. നോവിച്ചാതെ കൊക്കിനെ. ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പറയണേ, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. കാട്ടിൽ കുടഞ്ഞു വിരിക്കുന്നതിനിടയിൽ മോളിക്കുട്ടി പറഞ്ഞു. ഈ കഴിഞ്ഞ കുഞ്ഞാവി ഒരയ്ക്കനും. അല്ല, ഈ ഡോക്ടർ ഇവിടുന്ന് MBBS എടുത്ത് കുഞ്ഞിൻ്റെ വയലിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നേ. ആ വയലിൽ കൊച്ചാൽ വേഗം വയലിലെറ്റൂലേ, അപ്പൊ പനിയും മാറും. ആഹാ, ഈ ബുദ്ധിമുട്ട് ഡോക്ടർമാർക്ക് ഇല്ലാതെ പോയല്ലോ. എന്നതായാലും ഈ തല വെളിയിൽ കാണിക്കണ്ട, ആരെങ്കിലും രാജി കൊണ്ട് പോകും. രണ്ടുപേരുടെയും മൂക്കിൽ പിടിച്ചവൾ പറഞ്ഞു. അല്ല, ഒരമ്മയും മോളും ഡോക്ടറെ കാണാനെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി, പിന്നെ അങ്ങോട്ട് കണ്ടില്ല. ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ആക്കിയോ രണ്ടിനെയും? കുഞ്ഞിന് നല്ല പനിയാ, ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മാറും. ആഹാ, കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ഒക്കുവോ ഡോക്ടറെ? ഷൂലിലൊന്നും പോണ്ട, പോയ പനി കൂരും. ഷൂലി പോവാതിന് പനി മാറും. ഇല്ല, ഷൂലി വിടൂല. ഓ, എന്താ ഒരു അനുസരണ. അമ്മ ചെഞ്ചുവാ, ഞങ്ങൾ കളിച്ചുവല്ലേ, നിങ്ങൾ രണ്ട് പോയേ. ആ, കളിച്ചതൊക്കെ മതി, വന്നേ കിടക്കാം. സമയം എത്രയായെന്ന് വെച്ചിട്ട് രണ്ടിൻ്റെയും വിരിപ്പ്. അതെ, വന്നേ ആദി, ബാക്കി കളി നാളെ. ഞാൻ എൻ്റെ പപ്പേൻ്റെ കുയ്യോ ഓങ്ങുഞ്ഞി. അതെന്ത് വീട് വരില്ലാത്തൊരു തീരുമാനം. ചുമ്മാ കളിക്കാതെ വരാൻ നോക്കി, പപ്പക്ക് ഫയലൊക്കെ നോക്കാൻ കാണും. ഇല്ല, ഞാൻ വരൂല, അന്നെക്കുറിച്ചും പപ്പേൻ്റെ കുരിയാ അല്ലേ. ആന് ഞാനും അരിമോളും ദേവിയും ഒന്ന് ഒന്നിച്ചാ ചാച്ചാൻ പോനെ. എന്താ ഇവിടെ പെൺപടകളെല്ലാം കൂടി ഒരു ചർച്ച? ആർക്കും ഉറങ്ങൊന്നും വേണ്ടേ? മുറിയിലേക്ക് കയറിക്കൊണ്ട് ദേവി ചോദിച്ചതും മന്നയും മാതിയും മോടി അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞങ്ങൾ രണ്ടിനും ദേവിയുടെ കുയ്യ ചാച്ചാൻ മോനെ, പക്ഷേ ഇവര് ചമ്മയിട്ടില്ല. എന്നാ പിന്നെ ഇന്ന് നമ്മൾ ഒന്നിച്ചേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ ഈ അമ്മമാര് സമ്മതിക്കാത്തത് എന്താന്നോ? നിങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഇവർക്ക് ഉറക്കം വരത്തുള്ളൂ, അതുകൊണ്ടല്ലേ. ഇവളുടെ ഈ ഡയലോഗടി ഒന്നും നോക്കണ്ട, നന്നായി ഉറങ്ങുന്ന ടൈമിലാവും. ആദ്യം എന്നിട്ട് എന്നെ പറഞ്ഞത് അത് വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാ. അത് ഞാൻ നോക്കിക്കോളാം. അന്നൊക്കെ വെച്ച് പിന്നെ എൻ്റെ സ്വത്തല്ലേ. എത്രയോ വട്ടം ഞങ്ങൾ ഒന്നിച്ചുറങ്ങിയിരിക്കുന്നു. പക്ഷേ എൻ്റെ ഈ കുറുമ്പി പപ്പയുടെ കൂടെ ഉറങ്ങാൻ പോകുന്നത് ആദ്യമായിട്ടാവും. ഞാൻ സത്യം പറഞ്ഞ് ഇതുപോലെ വാശി എടുത്ത് അച്ഛൻ്റെ കൂടെ പോയി കിടക്കും. ഒടുവിൽ നമ്മൾ നല്ലപോലെ ഒന്ന് ഉറങ്ങി വരുമ്പോൾ കഥകിലിട്ട് കൊട്ട് കേൾക്കാം. ആ സമയം അവൾക്ക് ഞാനടുത്ത് വേണം. അങ്ങനെയാണെങ്കിൽ താനോട് ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നോ? വേണേൻ്റെ അപ്പുറത്ത് ഇതിൽ സ്ഥലവും തരാം. അതാവുമ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ കിട്ടുമല്ലോ തന്നെ. വളരെ നിഷ്കളങ്കമായി അവൻ പറഞ്ഞതും അതിനെ ഏറ്റുപിടിക്കാനായി രണ്ടുപേരും അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വൈകിയാണെങ്കിൽ കട്ടിലിൽ കിടന്ന തലയിനെ എടുത്ത് അവനെ പുറത്തോട്ട് എണ്ണം കൊടുത്തു. ഡാ, ഈ പിള്ളേർ ഇവിടെ മാത്രമല്ല ഇവിടെ ഉള്ളത്, അത് ഓർമ്മ വേണം നിനക്ക്. അവൻ്റെ ഒരു സ്ഥലം കൊടുക്കല്. ഇതാ ഇന്നത്തെ കാലത്ത് ആർക്കൊരു സഹായം ചെയ്യരുതെന്ന് പറയുന്നത്. വാ ചട്ടമ്പികളെ, നമുക്ക് പോയി ഉറങ്ങാം. വൈകി എന്നാ എൻ്റെ കൂടെ കിടക്ക്. രാത്രി ആദ്യം എണീറ്റാ നിന്നെ വിളിക്കാൻ അവിടെയിട്ട് ഓടണ്ടല്ലോ. അതിലും നല്ലൊരു ഐഡിയ അല്ലേ ഞാൻ പറഞ്ഞത്. മോളിൽ കൂടി ട്രെയർ നോട്ടം നോക്കിയതും അവൻ പിള്ളേരെയും കൊണ്ട് അവിടുന്ന് ഓടിയിരുന്നു. നീ നോക്കിക്കോ, 1 മണിയാകും ബീച്ചായനും ആദ്യം കൂടി ഇവിടെ വന്ന് നിൽക്കും. വേണ്ട വേണ്ടെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഉറക്കം പോകുമ്പോൾ പഠിച്ചോളും. കൊച്ചിനെ കുറ്റം പറയാനും പറ്റുമോ? അതിനും ആഗ്രഹം കാണില്ലേ പാപ്പയുടെ നെഞ്ചി കിടന്ന് ഉറങ്ങാൻ. അങ്ങനെ ആ രാജാവും രാജ്ഞിയും കൂടി കുറേ കാലം ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ചു. അവർക്ക് ഒത്തിരി രാജകുമാരിമാരും രാജകുമാരന്മാരും ഉണ്ടായി. ഇത്രയേ ഉള്ളൂ കഥ. രണ്ടിനെയും ഉറക്കാനുള്ള തത്രപ്പാടിലാണ് ദേവി. പപ്പേ, ഞാൻ എന്നെക്കുറിച്ച് രാജകുമാരിയല്ലേ? ആണല്ലോ, രണ്ടുപേരും പപ്പയുടെ രാജകുമാരിമാരാ. പപ്പ രാജകുമാരി എവിടെ? അത് നിന്റെ അമ്മയോട് ചോദിക്കും. എപ്പോഴാ അമ്മയുടെ വയറ്റിൽ മാവ് വരുന്നതെന്ന്. എപ്പോഴായാലും പപ്പ റെഡിയാണ്. ഇപ്പൊ വാ, നമുക്ക് കിടന്നുറങ്ങാം. അവരുറങ്ങിയതും അവൻ പുതപ്പ് നേരിയിട്ട് രണ്ടാൾക്കും കവിളിലോരോ ഉമ്മ നൽകി. ദിവസങ്ങൾക്ക് ശേഷം. മേ ഐ കം ഇൻ സർ? യെസ്. നോക്കിക്കൊണ്ടുവന്ന ഫയൽ മാറ്റി വെച്ച് ദേവി വന്ന ആളിനെ നോക്കി. എവിടെയോ കണ്ടൊരു പരിചയം തോന്നിയെങ്കിലും
കറക്റ്റ് ആരാണെന്ന് അവന് മനസ്സിലായില്ല. ഇരിക്കും, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ? നോ സർ, ഞാൻ വന്നത് സാറിനൊന്ന് പരിചയപ്പെടാനാ. എന്നെ ഓർമ്മയില്ലേ? ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഗ മിസ്സിനെ കൊണ്ടുവിടാൻ കോളേജിൽ വന്നപ്പോൾ. അപ്പോഴാണ് അവൻ ആളെ മനസ്സിലായത്. തന്നെയും വൈകുകയും ചെയ്ത് കോളേജിൽ വെച്ച് സംസാരിച്ച വ്യക്തിയെ ഇവിടുന്ന് മറക്കാൻ കഴിയില്ലല്ലോ. ആളെ മനസ്സിലായി, പക്ഷെ എന്നെ പരിചയപ്പെടാൻ ഇവിടെ വന്നത് മനസ്സിലായില്ല. ഞാൻ വാണി വല്യത്ത്. ഞങ്ങളുടെ തറവാട് ഇവിടെ ഫേമസ് ആണ്. പപ്പക്ക് ബിസിനസ്സാണ്. വല്യത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സാറ് കേട്ട് കാണും. സോ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും വാണി കത്തിക്കേറി വന്ന് ആ ഫ്ലോ അങ്ങ് പോയിരുന്നു. അത് പപ്പ പറഞ്ഞു സാറിനൊന്ന് കാണണമെന്ന്. അതുകൊണ്ട് വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കാൻ വന്നതാ ഞാൻ. സാറിൻ്റെ സൗകര്യം പോലെ ഒരു ദിവസം പറഞ്ഞാൽ മതി. സോറി, ഇങ്ങനെയുള്ള സൽക്കാരങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കെല്ലാം തിരക്കുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കാം സാർ. അധികം നേരമൊന്നും വേണ്ട. വാട്ട് ആർ യു സേയിങ് എക്സാക്ട്ലി? ഐ ആം അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഞാനതിൽ നിങ്ങളുടെ കൂടെ കോഫി ഷോപ്പിൽ വരണം. തനിക്ക് ബോറടി മാറ്റാനുള്ള സ്ഥലമായി പോലീസ് സ്റ്റേഷൻ കാണരുത്. സോ യു മൈ ലീവ് നൗ. സാർ അത് പ്ലീസ്, എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. വെറുതെ സമയം എനിക്കെടുത്തരുത്. വന്ന കാര്യം നടന്നില്ലെന്ന ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ അവനെ നോക്കി ചിരിച്ച് അവിടുന്ന് പോയി. ഡേബി അത് മൈൻഡ് ചെയ്യാതെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവിടേക്ക് കയറി വന്ന രാഹുലിനെ കണ്ടതും ഡേബി എന്താണെന്ന് പോലെ അവനെ നോക്കി. അല്ല സാറേ, സാറിനിപ്പോൾ വന്നിട്ട് പോയ പെണ്ണിനെ അറിയൂ? എന്താ? നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന ഡ്രഗ്സ് ഡീലിങ്സ് ഇല്ലേ, ഗോപകുമാർ വല്യത്തിൻ്റെ അയാളുടെ മോളായിപ്പോൾ പോയത്. ഓ ചുമ്മാതല്ല, ഇവളാ പേര് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പരിചയം തോന്നിയത്. സാറിന് നല്ല പരിചയമുള്ള പോലെയാണ് പുറത്തുനിന്ന് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ വൈഫിൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെയും അവളുടെ പാപ്പ എന്നെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് വന്നതാ. പക്ഷേ അതിനല്ല അവൾ വന്നത്. ആ സാറേ, ഇവളും നല്ല അഹങ്കാരമുള്ള കൂട്ടത്തിൽ തന്നെ. ട്രാഫിക് പോലീസുകാരൻ്റെ കാരണത്ത് അടിച്ചതക്കം 3 കേസ് ഇപ്പം തന്നെ ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഈ കേസാണ് അന്വേഷിക്കുന്നത്. ഞാനും താനും വേണുവും മാത്രം അറിഞ്ഞാൽ മതി. ഇതാവും എൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് കേസ്. സോ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. യെസ് സർ. ഇതിപ്പോൾ പട്ടിച്ച് എന്തൊക്കെ പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഭാര്യയ്ക്ക് പറ്റിയ ഭർത്താവ് തന്നെയല്ലേ? ഡെബിയെ കാണാൻ പോയ കാര്യം വാണി പറഞ്ഞപ്പോൾ മീനുവിൻ്റെ മറുപടിയാണിത്. ഇതൊക്കെ വെറും ഷോ അല്ലേ മോളെ? പൈസ കണ്ടാൽ മറിയാത്ത ആരാ ഉള്ളത്? നീ നോക്കിക്കോ, ഈ വൈകിയല്ലേ അവരുടെ മുന്നിൽ വെച്ച് ഡേവിയുടെ കൈ പിടിച്ച് നടക്കും ഞാൻ. പാപ്പ എനിക്ക് പ്രോമിസ് ചെയ്തതാ ഡേവിഡ് എനിക്കുള്ളതാണെന്ന്. നിന്റെ ഒരു ഭാഗ്യേ, എനിക്കില്ലാതെ പോയാലും ഇതുപോലൊരു പാപ്പയെ. അങ്ങനെ ഓരോന്ന് പറഞ്ഞവർ വരാന്തയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കീർത്തി വരുന്നത്. പ്രിയയില്ലാത്തത് കൊണ്ട് ഒറ്റക്കാണ് ആളിന്ന്. ദേ ആ കീർത്തി വരുന്നുണ്ട്. ഇപ്പം ഇവളാണല്ലോ ക്ലാസ്സിലെ താരം. ആ വരുൺ സാറിന് ഒടിച്ചു മടക്കി പോകിലിട്ട് നടപ്പല്ലേ. അങ്ങേരോട് എനിക്ക് പഴയ ഇഷ്ടമൊന്നും ഇല്ലേലും അത്രയും നല്ലൊരു തന്നെ ഇവൾക്ക് വേണ്ട. അതും പറഞ്ഞവൾ കീർത്തി വരുമ്പോഴേ കാല് നീട്ടി വെച്ചു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവൾ നിലത്തേക്ക് വീണു. കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് 2 പിശാചുകൾ കൂടി. കൂടുതൽ വർത്താനൊന്നും വേണ്ട, എനിക്ക് പോടി. തലക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ സമയത്തിന് ചികിത്സിക്കണം. ഇല്ലേ ഇതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇറങ്ങും. ഇപ്പൊ പോയ ഒരു ഷോക്ക് കൊണ്ട് തീരും. പിന്നെ കേട്ടിട്ടുകൊണ്ട് പോവേണ്ടി വരും. നിന്നെ എന്താ ഇവിടെ? കീർത്തിയെ തല്ലാനായി വാണി കൈയുയർത്തിയതും വരുൺ അവിടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. ഇതൊരു കോളേജാണെന്ന് ഓർമ്മ വേണം. ആരുമില്ലാത്ത ഈ ബ്ലോക്കിൽ നിങ്ങൾക്ക് 3 പേർക്കും എന്താ കാര്യം? ഒന്നുമില്ല സർ, വാടി നമുക്ക് പോവാം. മീനു വേണിയുടെ കൈ പിടിച്ച് വലിച്ചവിടുന്ന് പോയതും വരുൺ കീർത്തിയുടെ നേരെ തിരിഞ്ഞു. തനിക്ക് ഈ ബ്ലോക്കിൽ എന്താ കാര്യം? ഇവിടെ ആരെങ്കിലും കാണാൻ വരുമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. എൻ്റെ കാമുകൻ ആ സാധനത്തിനെ വിശ്വസിച്ച് വന്നിട്ട് കണ്ടില്ലേ, നേരത്തെ തോലി പോയതും മിച്ചം. താഴെ വീണപ്പോൾ ചെറുതായി ഒരു കൈ കാണിച്ചവൾ പറഞ്ഞതും അവൻ അതിലേക്ക് നോക്കി. ഇങ്ങനെ നോക്കി ദയിപ്പിച്ചാലേ ഈ മുറിപ്പിണെങ്കിൽ ഓടൊന്നുമില്ല, അതിന് മരുന്നിടണം. എന്നാ പോയിട്ടൂടെ? ഇവിടുന്ന് കറങ്ങാതെ പോവാൻ നോക്ക്. എന്തോ എങ്ങനെ? മര്യാദക്ക് ആമലുമായി അടിയിട്ടുകൊണ്ടിരുന്ന എന്നെ നോക്കി ദയിപ്പിച്ചിട്ട് പോയത് ആരായിരുന്നു? എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവമുണ്ടെന്ന് നോക്കി. ആര്? ഞാനോ? അല്ല, ആരാചാര്. മാറങ്ങോട്ട്. മരങ്ങോടൻ. ആരുടെയും മരങ്ങോടൻ? നിങ്ങൾ തന്നെ. ഏത് നേരത്താണ് നിനക്ക് കയറി പ്രേമിക്കാൻ തോന്നിയത്? ആ അമ്മലിനോടും യെസ് പറഞ്ഞാൽ മതിയായിരുന്നു. അതുമല്ലേ എന്തോരം ചെക്കന്മാരായി കോളേജിൽ നിറയെ. അതുങ്ങളെയും വായി നോക്കി ഇങ്ങ് നടന്നാ പോരാന്ന് എനിക്ക്. അത് പറഞ്ഞതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും വരണ്ട പിടി അവളെ ചെവിക്ക് വീടിരുന്നു. കുഞ്ഞിക്കോഴി, ഈ കോഴിത്തരം നിർത്തിയില്ലെങ്കിൽ നിന്റെ പപ്പും പൊടിയും പറിച്ച് ഞാൻ ഗ്രില്ല് ചെയ്യും. വേണോടി അത്? വിട്, നോവെന്ന് എനിക്ക്.
നിങ്ങൾ വിളിച്ചില്ലല്ലോ മനുഷ്യൻ, ഞാൻ ആരും കാണാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പോൾ പറയുന്നു നോക്ക്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആലനുമായി കൂടുതൽ അടുപ്പത്തിന് പോവേണ്ടെന്ന്. എന്നിട്ട് അവൻ അവൻ്റെ അടുത്തൊന്ന് മാറുന്നുണ്ടോ നോക്ക്. അവൻ്റെ പേര് കോളേജിൽ തന്നെ എത്ര കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അപ്പോഴാ ഓ സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. പ്രിയയുടെ ഒരു നോട്ട് ബുക്ക് അവൻ്റെ അടുത്തായി പോയി. അത് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ ഒടുക്കത്തെ ജാട. അതുകൊണ്ട് സംസാരിച്ച് നിന്നതല്ലേ. അവൻ്റെ ഗ്യാങ് ഒന്നും ശരിയല്ല, അറിയാലോ. ആ വാണിയുടെയും അവൻ്റെ കൂടി അവനും. അവൾക്കാണെങ്കിൽ നിന്നെ കണ്ണിന് കണ്ടുകൂടാ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ വന്നില്ലാണ്ടെങ്കിൽ കാണായിരുന്നു. അവൾക്ക് ഭ്രാന്ത, പൈസയുടെ അഹങ്കാരം വേറെ, അതിന് കൂടെ നിങ്ങളുടെ ഒരു ഉണക്ക പ്രേമവും. അതെ, കാണാൻ കൊള്ളാവുന്ന സാറുമാരെ കണ്ട പെൺപിള്ളേർക്ക് പ്രേമിക്കാനൊക്കെ തോന്നും, അത് സ്വാഭാവികം. ഈ പറയുന്നത് നിനക്ക് പിന്നെ എന്തായിരുന്നു? അയ്യടാ, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം പിന്നെ എന്താടി? പറഞ്ഞതിനോടൊപ്പം തന്നെ അവളുടെ കയ്യിൽ പിടിച്ചവൻ തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു. അവൻ്റെ കണ്ണുകളുമായി തൻ്റെ കണ്ണിടഞ്ഞതും അവനെ തള്ളി മാറ്റിയവൾ ഓടി. എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞത് ആരാണെന്ന് ഓർക്കുന്നത് നല്ലതാട്ടോ. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞത് കേട്ട് അവൻ്റെ ചുവടുകളിൽ ചിരിവിടുന്നു. അതവൻ ആ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കാര്യമായ എന്തോ ചർച്ച നടക്കുന്നതെന്ന് മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവരുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് മനസ്സിലായി. സാർ അറിഞ്ഞില്ലേ അവൻ്റെ പ്രേമം? ഇവനൊക്കെ കോളേജിൽ വരുന്നത് തല്ലുണ്ടാക്കാനും പെൺപിള്ളേരെ പിന്നാലെ നടക്കാനും മാത്രാ. നോയൽ സാറ് പറഞ്ഞു. പ്രേമോ? അവനോ? എന്നാലും ഏതാ സാർ അത്രയും ഗതികെട്ട കൊച്ചി? സാറിൻ്റെ ക്ലാസ്സിലെ കീർത്തിയില്ലേ, അവളാണ്. ഇന്ന് അവൻ്റെ വക ഗ്രൗണ്ടിൽ വെച്ചൊരു പ്രൊപ്പോസലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ടീം വന്നിട്ടാ എല്ലാത്തിനെയും ഓടിച്ചു വിട്ടത്. അവരെ രണ്ടിനെയും ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കീർത്തിയാണ് ആ കുട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തന്നിൽ ഞെട്ടലുണ്ടായത്? ഒരുപക്ഷെ അത് അമലിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തനിക്ക് അവിടെ തോന്നിയ സഹതാപമാണെന്ന് അവൻ സ്വയം ആശ്വസിച്ചു. വരുൺ സാറിന് ഡീന് വിളിക്കുന്നുണ്ട്. ആ ചെല്ല് സാറേ, പിള്ളേർ ഓരോന്ന് ഒപ്പിക്കും, അതിൻ്റെ പിറകെ ഓടേണ്ടത് അല്ലെങ്കിലും നമ്മളാണല്ലോ, സൂസൻ പറഞ്ഞു. ഓഫീസിലെത്തുമ്പോൾ ഡീനിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന കീർത്തിയെയും തന്നതൊന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന അമലിനെയും കണ്ടപ്പോൾ സത്യത്തിൽ അവന് ദേഷ്യമാണ് വന്നത്. അവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ വിളിച്ച് കാര്യം പറയാൻ ഡീൻ പറഞ്ഞപ്പോൾ അവനത് സമ്മതിച്ച് പുറത്തേക്ക് നടന്നു. സാർ ആരാണെന്ന് വെച്ചാൽ വിളിക്ക്, എനിക്കതൊരു പ്രശ്നമൊന്നുമില്ല, അവ വരട്ടെ. അത്രയും പറഞ്ഞ് കീർത്തിയെ നോക്കി പുച്ചച്ചിരിയോടെ പോകുന്നവനെ വരുൺ മനസ്സിലാവാതെ നോക്കി. അവളാണെങ്കിൽ കരയാൻ പാകത്തിന് കണ്ണു നിറച്ച് നിൽപ്പ്. ഡീനിൻ്റെ അടുത്ത് നിന്ന് കണക്കിന് കിട്ടിക്കാണുമെന്ന് അവന് തോന്നി. കീർത്തി വരൂ. സാർ പ്ലീസ്, എൻ്റെ വീട്ടിൽ വിളിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ പഠിപ്പ് പോലും നിർത്തും. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. കരഞ്ഞുകൊണ്ട് തൻ്റെ കാലിലേക്ക് വീഴാൻ പോയവളെ കണ്ടവൻ വല്ലാതെയായി. താൻ കരയാതെ വാ. സാർ, തൻ്റെ വീട്ടിൽ വിളിക്കാനല്ല, വാ. അവളെയും കൊണ്ട് അവൻ ലൈബ്രറിയിലേക്കാണ് നടന്നത്. ക്ലാസ് സമയമായതുകൊണ്ട് അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സൈഡിലായുള്ള ഒഴിഞ്ഞ ടേബിളിലേക്ക് അവൻ ഇരുന്നു. കീർത്തി, ഞാൻ തൻ്റെ അഡ്വൈസറാണ്. സോ കരയാതെ എന്താണ് നടന്നതെന്ന് പറയൂ. തന്നെ അവൻ പ്രപ്പോസ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡും സംസാരവും കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. അമലിനെ സാറിന് അറിയാലോ, വാണിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൾ പറഞ്ഞിട്ടാ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അല്ലാതെ ദരിദ്രവാസിയാണെന്ന് എല്ലാവരും കാണാൻ എന്നെ വിളിക്കുന്നവൻ എന്നോട് ഇഷ്ടം പറയോ? കണ്ണു നിറച്ചവൾ ചോദിച്ചപ്പോൾ ആ നോട്ടം തന്നെ നെഞ്ചിൽ വന്ന് കൊല്ലുന്നത് അവൻ അറിഞ്ഞു. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കോളേജിലെത്തുമ്പോൾ ഞാൻ എല്ലാവരെയും പോലെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല, ഇവിടെയും വലിയവരും ചെറിയവരും ഉണ്ട്. സാറിനോട് തോന്നിയ ഇഷ്ടം, അതുകൊണ്ട് മാത്രം അമൻ ഇങ്ങനെ ചെയ്തത്. ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന അവനറിയാം. എന്നെ വിശ്വസിച്ച് കഴിയുന്നൊരു വീടാണത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതുകൂടെ അറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ സാറേ. എടോ, തന്നെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിപ്പോൾ വലിയ തെറ്റൊന്നുമല്ല. പിന്നെ നമ്മുടെ കോളേജിൻ്റെ റൂൾസ് അറിയാലോ, അതുകൊണ്ടാണ് ഡീൻ ഇപ്പോൾ ഇതിൻ്റെ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തത്. അത് തൻ്റെ വീട്ടിലും പറഞ്ഞാൽ പോരെ, അല്ലാതെ താൻ എന്ത് തെറ്റ് ചെയ്തു? സാറ് വിചാരിക്കും പോലെ ഒന്നും അല്ല എൻ്റെ വീട്. നാട്ടുകാരെന്ത് പറയുന്ന കരുതി ജീവിക്കുന്നവരാ എൻ്റെ അച്ഛനും അമ്മയും. അവരെ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? എൻ്റെ പഠിത്തം പോലും ചിലപ്പോൾ നിന്നിരിക്കും. മീനുവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താ. അവൾക്ക് നന്നായി അറിയാം ഇതെല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡീൻ എന്നോട് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? താൻ്റെ അച്ഛൻ്റെ നമ്പർ പറയൂ. സാർ, താൻ നമ്പർ പറയൂ. എന്താണ് പറയണമെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞു തന്ന നമ്പറിൽ വിളിക്കുമ്പോൾ തൊട്ടപ്പുറം നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായി ഇരിക്കുന്നവളോട് തോന്നുന്ന ഭാവം അവൻ തിരിച്ചറിയുകയായിരുന്നു. അപ്പുറം ഫോൺ എടുത്തതും താൻ കീർത്തിയുടെ അധ്യാപകനാണെന്ന് പറയുമ്പോൾ അവിടെ ഉയരുന്ന വേവലാതിയും അവൻ അറിഞ്ഞു. അച്ഛനോട് സംസാരിക്കുന്ന തൻ്റെ കയ്യിൽ പിടിമുറുക്കി തന്നോട് കെഞ്ചുന്നവളെ കണ്ണു ചിമ്മി കാണിച്ചവൻ സംസാരത്തിന് തുടക്കം കുറിച്ചു.
അവളുടെ പഠനത്തിൻ്റെ മികവും ഇതുപോലൊരു മകളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞിരുന്നു. ഫോണ് കട്ടാക്കി അവളിലേക്ക് തിരിയുമ്പോൾ ആ കണ്ണുകൾ നന്ദിയോടെ അവനെ നോക്കി. ഞാൻ കാരണം ആടെ ഈ പഠിത്തം നിൽക്കില്ല. എല്ലാം അവർ പ്ലാൻ ചെയ്ത പോലെ നടന്നാൽ നമ്മൾ വെറും കോമാളികളായി പോകില്ലേ? ഇതിപ്പോൾ തൻ്റെ വീട്ടിലും വിളിച്ചു, തനിക്ക് പ്രോബ്ലം ഇല്ല പോരെ? ഒത്തിരി നന്ദിയുണ്ട് സാർ. ഞാൻ കാരണം ഇനി ഒരിക്കലും സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. താൻ കാരണം എന്ത് ബുദ്ധിമുട്ട്? ഞാനിനി ഒന്നിനുമില്ല സാർ. സാറിനോട് ഇഷ്ടം എനിക്കുണ്ടെന്ന് കരുതിയ അവരിതെല്ലാം ചെയ്തത്. അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നിയാൽ എല്ലാം മാറില്ലേ? അവരോടൊന്ന് എതിർത്ത് നിൽക്കാൻ എനിക്കാവില്ല. എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതേ ഉള്ളൂ എനിക്കിപ്പോൾ. ഞാനെന്നാ പോകുക സാർ. ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി.